ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. മുടി കറുപ്പിക്കുമെന്ന് മാത്രമല്ല, മുടി നല്ല ഉള്ളോട് കൂടി വളരാനും താരൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാനും ഈ ഒരൊറ്റ ഹെയർ ഡേ മതി. ഇത് നമുക്ക് ഡൈ ആയിട്ടും പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും. മാത്രമല്ല ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാൻ 3 നെല്ലിക്കയും ഒരു 4-5 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ഡെക്കോഷനാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം അളന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഈ 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഏകദേശം 1/2 ഗ്ലാസ് ആയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഡെക്കോഷൻ തയ്യാറാക്കിയെടുക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ 1-2 ദിവസം വെച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മുടിയൊക്കെ ഒരുപാട് പൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മുടി പകുതി വെച്ചിട്ട് മുറിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഇതുപോലൊരു ഡെക്കോഷൻ തയ്യാറാക്കി എടുത്തിട്ട് ഡെയിലി നമ്മുടെ മുടിയിലേക്കും സ്കാലപ്പിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിലൊക്കെ കഴുകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. ഇതേ നമ്മുടെ ഡെക്കോഷൻ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ എസൻസൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1/2 ഗ്ലാസ്സായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ഡെക്കോഷൻ ഉപയോഗിച്ചിട്ടാണ് ആദ്യം എടുത്ത് വെച്ചിരുന്ന നെല്ലിക്കയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നത്. നാച്ചുറൽ ഹെയർ ഡേ ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രമാണ് ആദ്യ സമയങ്ങളിലൊക്കെ മുടിക്ക് നല്ല കളറ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഡെക്കോഷൻ തയ്യാറാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇനി നമ്മൾ 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക പൗഡർ കൊണ്ട് ഹെയർ ഡൈ തയ്യാറാക്കി ഉപയോഗിക്കുന്നതിലും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഫ്രഷ് നെല്ലിക്ക ഉപയോഗിച്ചിട്ട് ഹെയർ ഡൈ തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നെല്ലിക്കയൊക്കെ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4-5 ചെറിയ ഉള്ളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തലയോട്ടിയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ, ചൊറിച്ചിൽ, താരൻ്റെയൊക്കെ ശല്യം ഉള്ളവരാണെങ്കിൽ ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 2-3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 2 പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീർവീഴ്ചയോ ജലദോഷമോ ഒക്കെ വരാതിരിക്കാനാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡെക്കോഷൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ അരച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന ഡെക്കോഷനും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ മിക്സിയിൽ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവരുമ്പം നല്ല കോഫിയുടെ മണമാണ് കേട്ടോ. കാണാൻ തന്നെ ഒരു കാപ്പിച്ചീനോടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ സെറ്റാക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് നമ്മൾ ഹെയർ ഡൈ സെറ്റാക്കുന്നത്. ആദ്യം ഇതിലേക്ക് ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഹെന്ന പൗഡർ എടുത്തേക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഇൻഡിഗോ പൗഡറാണ്. നീലാമ്പരിയുടെ പൊടി ഉണ്ടല്ലോ, അതുകൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയർ ഡേയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു പൊടിയാണ് കേട്ടോ, കാത്താ പൗഡർ. ഇതുകൂടി ആഡ് ചെയ്താൽ മാത്രമാണ് നാച്ചുറൽ ഹെയർ ഡേ ആയതുകൊണ്ട് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ പിടിക്കുകയുള്ളൂ. അതും 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. കാത്താ പൗഡർ നമുക്ക് ഒട്ടുമിക്ക അങ്ങാടിക്കടയിലും വാങ്ങാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ 3 പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഈവനായിട്ട് ഒരു പൗഡർ ഫോമിലെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, കോഫിയുടെയൊക്കെ ഒരു മിക്സ്, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം. ശരിക്കും ഈ ഒരു കോഫിയുടെ മിക്സ് ഉണ്ടല്ലോ, കാണുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് തോന്നും. അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ അത്രയ്ക്ക് അട്രാക്റ്റീവാണ് കേട്ടോ. ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഫിയുടെ മണം നമ്മുടെ മുടിയിലും ഉണ്ടാവും. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കട്ടകളില്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എപ്പോഴും ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ മിക്സിങ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ മുടിയിലും ഒരേ കളർ കിട്ടത്തുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ നമ്മുടെ ഹെയർ ഡൈ സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ ഞാൻ ഹെയർ ഡൈ എല്ലാം വൈകിട്ട് റെഡിയാക്കി വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല കറുപ്പ് കളറിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാകത്തിന് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു കളർ തന്നെ നമ്മുടെ മുടിക്കും കിട്ടും കേട്ടോ. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അടുപ്പിച്ചൊരു 3-4 പ്രാവശ്യം തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 1 മാസം വരെ നിങ്ങൾ അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ മുടിയും ഈവനായിട്ട് കറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ 1 പ്രാവശ്യം എന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമെഴുക്ക് മുടിയിൽ പാടില്ല. നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിൽ വേണം ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നാച്ചുറൽ ആയിട്ടുള്ള താളിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്
തന്നെ കേട്ടോ. മാത്രമല്ല നമ്മുടെ താടിയിലും മുടിയിലും മീശയിലും ഒക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ഹെയർ ഡേയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒപ്പം തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.